അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വനിതാ നിലാവ് ഖുർആനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് ഏറ്റവും പവറായിട്ടുള്ള ഒരു അമലിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു അമലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു അമലാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു അമല് മനസ്സറിഞ്ഞ് മനസ്സിൽ തൊട്ട് ആർക്കെങ്കിലും ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഈ ഒരു അമലിൻ്റെ എണ്ണം തെറ്റിക്കാതെ അത്രയും ഭയഭക്തിയോടുകൂടെയാണ് ഒരാൾ ചെയ്യുന്നതെങ്കിൽ പടച്ച തമ്പുരാൻ എന്തായാലും ആ ഒരു കാര്യം സാധിപ്പിച്ചു കൊടുക്കൂല്ലേ. ഇത് ഞാൻ വെറുതെ പറയുന്ന കാര്യമല്ല, എത്രയോ ആളുകൾ അവരുടെ അനുഭവം കൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ ഒരുപാട് ദിവസമായി ഈ ഒരു അമലിനെ ഇടണം അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ അപ്പോഴൊക്കെ മറ്റ് വിഷയങ്ങൾ കിട്ടുകയും ഇതിനെ ഞാൻ അങ്ങനെ നീട്ടി വലിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പരിശുദ്ധമായിട്ടുള്ള റജബ് മാസത്തിൽ ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമായി പോകും എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇന്ന് ഞാൻ വേഗം ഈ ഒരു വീഡിയോ ഇടുന്നത്. കാരണം ഈ ഒരു അമൽ ചെയ്തവർക്കൊക്കെയും അത്രയും ഫലം കിട്ടിയിട്ടുള്ള ഒരു അമലാണ്. ഇത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഈ ഇത്തരത്തിൽ വീഡിയോസ് ഇടുമ്പോൾ ഒരുപാട് ആളുകൾ പറയാറുണ്ട്, നീ ഇങ്ങനെ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇങ്ങനെ ഇടുന്നത്? ഓരോ ഉമ്മമാർ ഓരോ കഷ്ടത അനുഭവിച്ചിട്ടായിരിക്കും ഇത്തരത്തിൽ ഓരോ വീഡിയോസ് വന്ന് കാണുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ ആളുകളെ പറ്റിക്കുമ്പോഴോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാനിത് ആരെയും പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമല്ല അല്ലേ. കാരണം ഞാൻ ഓരോ വീഡിയോസ് ചെയ്യുന്നതും പടച്ചോൻ്റെ ഇസ്മുകളും വെച്ചിട്ടും അള്ളാൻ്റെ റസൂലിൻ്റെ സലാത്തുകളെ വെച്ചിട്ടും പരിശുദ്ധ ഖുറാനിലെ ഓരോ സൂറത്തുകളെ വെച്ചിട്ടുമാണ്. എനിക്കൊരിക്കലും നുണ പറയേണ്ട കാര്യമില്ല. ഓരോരുത്തരുടെ അനുഭവം കണ്ടിട്ട് അവർ എങ്ങനെയാണ് ചെയ്തത്, എപ്പോഴാണ് ചെയ്തത്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഓരോ വീഡിയോസും ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഈ ഒരു വീഡിയോയും ഞാൻ ചെയ്തിട്ടുള്ളത്. കാരണം ഈ ഒരു അമല് ചെയ്തിട്ട് ഒരുപാട് ആളുകൾക്ക് ഉത്തരം കിട്ടി. അതിൻ്റെ ആ ഒരു ഫലം മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു അമലിനെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കാരണം. ഇൻഷാ അള്ളാഹ് ഏതാണ് അത്രയും ഫലവത്തായിട്ടുള്ള ആ ഒരു അമല് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അതിന് മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾ കഴിയുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കണല്ലേ. കാരണം എന്താ അറിയോ, നിങ്ങൾ ഇത്തരത്തിൽ ലൈക്ക് ചെയ്താലുള്ളൂ ഇതിന് അർഹതപ്പെടുന്നവരിലേക്ക് ഈ വീഡിയോ ഒന്ന് എത്തിച്ചേരുകയുള്ളൂ. അതേപോലെ തന്നെ നിങ്ങളുടെ കുടുംബക്കാരിൽ, നിങ്ങളുടെ ഫാമിലീസിൽ, നിങ്ങളുടെ കൂട്ടുകാരിൽ ആർക്കെങ്കിലും കഷ്ടതയും ബുദ്ധിമുട്ടും ദുരിതമൊക്കെ അനുഭവിച്ച് ഇടങ്ങേറായി നിൽക്കുന്ന ആളുകൾ ഉണ്ടാകൂലേ. എപ്പോൾ നോക്കിയാലും പ്രയാസവും പ്രതിസന്ധി അനുഭവിച്ച് നിൽക്കുന്ന ആളുകൾ, ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിട്ട് ആ ആഗ്രഹമൊന്നും നിറവേറ്റി പറ്റാതെ നിൽക്കുന്ന ആളുകൾ ഉണ്ടാകൂലേ. അവരിലേക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണല്ലേ. കാരണം ഞാൻ അന്ന് 4444 ഞാരിയത്ത് സലാത്തിൻ്റെ വീഡിയോ ഇട്ട ടൈമിൽ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരാളോട് ഞാനൊരു കമൻറ്റിന് റിപ്ലൈ കൊടുത്ത്, നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് അത്രയും ആത്മാർത്ഥതയോടുകൂടെ നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വന്ന് റിപ്ലൈ തരുമെന്ന് പറഞ്ഞു. പിന്നെ അയാളുടെ റിപ്ലൈ ഒന്നും കണ്ടില്ല ഞാൻ. പിന്നെ ഒരു കാര്യം, ഞാൻ ആ 4444 നാരിയത്ത് സലാത്തിൻ്റെ വീഡിയോ ഇട്ട ടൈമിൽ എനിക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ വന്നിട്ടുണ്ട്, ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളും വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വർഷങ്ങളായിട്ട് പ്രഗ്നൻസി ആൻഡ് ട്രീറ്റ്മെൻറ്റിൽ നടക്കുന്ന ആ ഒരു സഹോദരി ഈ ഒരു 4444 ഞാരിയത്ത് സലാത്ത് ചൊല്ലിയതിന് ശേഷം പ്രഗ്നൻ്റ് ആയി എന്ന് പറഞ്ഞ് ഒരു പോസിറ്റീവ് കമൻറ്റ്, അത് കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷമായി. കാരണം ഒരുപാട് സഹോദരിമാർ, ഒരുപാട് സഹോദരന്മാർ ഇന്ന് അനുഭവിച്ച് നടക്കുന്ന ഒരു പ്രശ്നമാണ് സ്വന്തം ചോരയിൽ ഒരു കുഞ്ഞ് ജനിക്കുക എന്നുള്ളത്. സ്വപ്നം കണ്ട് നടക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ ആ ഒരു സലാത്തിൻ്റെ ഫലം തന്നെയാണിത്. അതേപോലെ തന്നെ ആ സഹോദരി അവരുടെ ആ ഒരു ഭയഭക്തി കൊണ്ട്, അത്രയും പടച്ച തമ്പുരാനിലുള്ള വിശ്വാസം കൊണ്ട് ചെയ്ത ആ ഒരു അമലിൻ്റെ പ്രതിഫലം കൊണ്ടും ആ ഒരു സഹോദരിയുടെ നിയ്യത്ത് കൊണ്ടുമാണ് ആ ഒരു കാര്യം അവർക്ക് സാധിച്ചു കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്ന ഈ ഒരു അമല്, ഇത് വളരെ ചെറിയൊരു അമലാണ്. ഈ ഒരു അമലിനെ നിങ്ങൾ എണ്ണം തെറ്റാതെ ചെയ്താൽ മാത്രം മതി. ഞാൻ ഇത്തരത്തിൽ ഓരോ വീഡിയോസ് ഇടുമ്പോൾ പലതരം ആളുകൾ പല കാര്യങ്ങൾ പറഞ്ഞ് വരും എന്ന് എനിക്കറിയാം, നെഗറ്റീവായിട്ടുള്ള കമൻസുകൾ ഇടും എന്ന് എനിക്കറിയാം. പക്ഷേ ഇതിനുള്ള ഒരു അനുഭവം ഞാൻ പറഞ്ഞു തരാം. എന്താണെന്നറിയോ, ഒരു സഹോദരൻ കുറേ കാലമായിട്ട് ഗൾഫിലായിരുന്നു. ഗൾഫിലൊക്കെ പ്രവാസികളായിട്ട് ഇരിക്കുന്ന ഒരുപാട് ആളുകൾ ആദ്യമൊക്കെ സുന്നിയായിരിക്കും. പിന്നീട് അവിടുത്തെ ആ ഒരു കൾച്ചർ, അവിടുത്തെ ആ ഒരു സാഹചര്യമൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അയാൾ പിന്നെ മുജാഹിദായി. എന്തിന്? സ്വന്തം ഭാര്യയടക്കം
സ്വന്തം ഭാര്യ അടക്കം സുന്നിയുടെ ഒരു പരിപാടിയിലേക്ക്, സുന്നിയുടെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ മജ്ലിസ് നൂർ ആയിക്കോട്ടെ, ഹദ്ദാത്ത് റാത്തീബ് ആയിക്കോട്ടെ, ഇത്തരം പരിപാടികളിലൊക്കെ ഒന്നും വിടൂല്ല. അതേപോലെ തന്നെ വീട്ടിൽ നമ്മുടെ മൗലൂദ് ഓതാനോ അതിനൊന്നും സമ്മതിക്കില്ല. അപ്പോൾ ആ ഒരു സമയത്താണ് ഇയാളുടെ ഒരു മകളുണ്ടായിരുന്നു, 2 വയസ്സ്. ഈ 2 വയസ്സായിട്ടുള്ള മകൾക്ക് ബ്ലഡ് ക്യാൻസർ വരുന്നത്. ബ്ലഡ് ക്യാൻസർ വന്ന് ആ ഒരു ടൈം മുതൽ അയാളുടെ വീട്ടിൽ എല്ലാ മാസവും ഒരു മാസം പോലും ഇടവിടാതെ ഖുത്തറാത്തീബ്, സലാത്ത്, മജ്ലിസ് നൂറ്, ദിക്റുകൾ കുറേ ആളുകളെ കൂട്ടിയിട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കും. എന്താ പറയുക, നമ്മുടെ നാട്ടിലും ഒരുപാട് ആളുകളുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നബിദിനത്തിന് ഭക്ഷണം പോലും കൊടുക്കാത്ത ആളുകൾ. നബിദിനത്തിന് മൗലൂദിന് ശേഷം നമ്മുടെയൊക്കെ നാട്ടിലുള്ള ഒരു കാര്യമാണ്, കുറച്ച് ചീരണി എന്തെങ്കിലും കൊടുക്കുക അറിയും. അത് അത്രയും ആർഭാടാക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ളത് എന്താണ് അതിനനുസരിച്ചിട്ട് നമ്മൾ കൊടുക്കും അല്ലേ. അപ്പോൾ അതിന് പോലും ഇന്ന് നമ്മുടെ നാട്ടിലെ പല ആളുകളും സമ്മതിക്കൂല. അപ്പോൾ ആ ഒരു സമയത്ത് ഇവരും എന്ത് ചെയ്തു, നബിദിനത്തിന് ഭക്ഷണം വരെ നേർച്ചയാക്കി കൊടുത്തു. അപ്പോൾ ആ ഒരു സമയത്താണ് അയാൾക്കും വയറ്റിൽ ക്യാൻസർ വരുന്നത്. അയാൾ നമ്മളിപ്പോൾ ഒരിടങ്ങേറിൽ ഇങ്ങനെ നിൽക്കുന്ന ടൈമിൽ അതേപോലെ തന്നെ ഒരിടങ്ങേറ് വേറൊരാൾക്ക് ആ ടൈമിൽ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആകെ തളർന്നു പോകില്ലേ. പക്ഷേ അൽഹംദുലില്ലാ, അള്ളാൻ്റെ ആ ഒരു അപാരമായിട്ടുള്ള കഴിവുകൊണ്ട് തന്നെ ഓപ്പറേഷൻ ചെയ്ത് ഇപ്പോൾ അയാൾ പൂർണ്ണമായിട്ടും ഭേദപ്പെട്ടിട്ടുണ്ട്. കുട്ടിയുടെ അസുഖമായിക്കോട്ടെ അതും പൂർണ്ണമായിട്ടും ഭേദപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ആ കുട്ടിക്ക് ഏകദേശം ഒരു 9-10 വയസ്സായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ പടച്ചോൻ്റെ ദിക്റുകളായിക്കോട്ടെ, സലാത്തുകളായിക്കോട്ടെ, മറ്റ് കാര്യങ്ങളായിക്കോട്ടെ അത് വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നഷ്ടം വരാനില്ല. പറയുന്നവർ അത് പറഞ്ഞുകൊണ്ടേ നടക്കും, ചെയ്യുന്നവർ അത് ചെയ്തുകൊണ്ടേ നടക്കും. പക്ഷെ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഈ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ചില ആളുകളുണ്ടല്ലോ, അവരെ നിങ്ങളൊന്ന് സൂക്ഷിക്കുക. അവരുടെ ആ ഒരു സംസാരം കാരണം, അവരുടെ ആ ഒരു നമ്മൾക്കുള്ള ആ ഒരു മോട്ടിവേഷൻ കാരണം നമ്മൾ ചെയ്യുന്ന സലാത്തുകൾ, നമ്മൾ ചൊല്ലുന്ന ദിക്റുകൾ ഇതൊന്നും നമ്മൾ നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അല്ലേ. അപ്പോൾ ചെറിയൊരു പനിയുണ്ട്, അപ്പോൾ അതാണ് ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത് എത്ര തവണയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 16,641 തവണ, 16,641 തവണ പടച്ചോൻ്റെ പരിശുദ്ധമായിട്ടുള്ള നാമമുണ്ട്, യാ ലത്തീഫു യാ അള്ളാ എന്നുള്ള ഇസ്മ. ഈ ഒരു ഇസ്മിനെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല. പടച്ചോൻ്റെ അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു ഇസ്മാണിത്. അപ്പോൾ ഈ ഇസ്മിനെ ഇതേപോലെ തന്നെ വിശ്വാസമില്ലാതല്ല, നമ്മുടെ മനസ്സിൽ നമ്മുടെ ഇടങ്ങേറ് എന്താണെന്ന് നമുക്കറിയാമല്ലേ. ആ ഒരു ഇടങ്ങേറിനെ മനസ്സിൽ നല്ല രീതിയിൽ നമ്മൾ ഓർത്തുകൊണ്ട് പടച്ചോൻ എന്നെ സഹായിക്കും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസത്തിൽ നിങ്ങളിത് ചെയ്ത് നോക്കിക്കോളി. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു ഫലം ഉണ്ടല്ലോ, നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ പടച്ചോൻ കാണിച്ചു തരും. ഇത് ഞാൻ വെറുതെ പറയുന്ന കാര്യമല്ല കേട്ടോ. കാരണം ഇത് ചൊല്ലി ഒരുപാട് ആളുകൾക്ക് ഫലം കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ഈ ഒരു അമലിനെ ഇന്ന് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ കാരണം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. കഴിയുമെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഒന്ന് ഉൾപ്പെടുത്തുക. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ പടച്ച തമ്പുരാൻ സാധിപ്പിച്ച് തരണേ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മളെല്ലാവരും പരസ്പരം ദുആകളിൽ ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് പടച്ച തമ്പുരാൻ ഒരാൾക്ക് താങ്ങാൻ കഴിയുന്നതിൽ കൂടുതൽ ഇടങ്ങേറൊന്നും കൊടുക്കൂല. അത് മനസ്സിലാക്കാം. നമ്മുടെ പ്രശ്നങ്ങൾ പടച്ചവനോട് പറയുക, ഒരിക്കലും അത് നമ്മുടെ പടപ്പുകളോട് അത് അവർക്ക് ആ ഒരു പരിഹസിച്ച് ചിരിക്കാനുള്ള ആ ഒരു അവസ്ഥ നമ്മൾ വരുത്താതിരിക്കാം. പടച്ചോനോട് ആത്മാർത്ഥമായിട്ട് കുറച്ച് സമയം നമ്മൾ സംസാരിക്കാം, അതിൽ തീരും എല്ലാ പ്രശ്നവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും നീയത്ത് വെച്ച് വേഗം തന്നെ ചൊല്ലി തുടങ്ങണം കേട്ടോ. ഏതൊരവസ്ഥയിലും ഏതൊരു സമയത്തും നമുക്കിത് ചൊല്ലി തുടങ്ങാൻ പറ്റുന്ന ഒരു അമലാണ്. ഇന്ന ദിവസം ഇന്ന സമയം എന്നൊന്നും ഞാൻ പറയണില്ല. നമുക്ക് ഒരുപാട് അമലുകൾ ചെയ്യാനുണ്ടാകും, ഒരുപാട് കാര്യങ്ങൾ പടച്ചവനോട് പറയാനുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ഒരു സ്ഥാനം നിങ്ങൾക്ക് ഈ ഒരു അമലിന് വേണ്ടിയിട്ട് കൊടുത്തോളയും. ഇത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാകുന്ന ഒരു അമലല്ല ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും അല്ലേ. അപ്പോൾ നല്ലൊരു വിഷയമായിട്ട് ഇനി വീണ്ടും വരാം. ദുആ വസിയത്തോടെ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.